പി.സി. ജോർജ് എം.എൽ.എ. രാജി സമർപ്പിച്ചു. സ്പീക്കർ എൻ. ശക്തന് രാജിക്കത്ത് കൈമാറി. രാജി ഇന്ന് സമർപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി.സി. ജോർജ് പറഞ്ഞിരുന്നു. എം.എൽ.എ. സ്ഥാനത്ത് ജോർജിനെ അയോഗ്യനാക്കണമെന്ന വിഷയത്തിൽ സ്പീക്കർ ഈ ആഴ്ച തീരുമാനമെടുക്കാനിരിക്കെയാണ് ജോർജ് രാജി പ്രഖ്യാപിച്ചത്. തന്റെ എം.എൽ.എ. സ്ഥാനം രാജിവെച്ച പി.സി. ജോർജ് രാജിക്കത്ത് സ്പീക്കർക്ക് കൈമാറിയ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബാർക്കോഴയിൽ തുറന്നടിച്ചത്. യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലേറിയത് മുതൽ ലൈസൻസ് പുതുക്കുന്നതിനായി മുഖ്യമന്ത്രിയും കെ ബാബുവും 10 കോടിയാണ് വാങ്ങിയത്. ഇതിനു പുറമെയാണ് 15 കോടി ലൈസൻസ് ഫീ കുറയ്ക്കുന്നതിനായി മന്ത്രിമാർക്ക് നൽകിയതെന്നും പി.സി. ജോർജ് പറഞ്ഞു. 10 കോടി വാങ്ങിയ ബാബു മാണി രാജിവെക്കുന്നതിന് മുൻപേ രാജിവെക്കേണ്ടതായിരുന്നുവെന്നും ജോർജ് പ്രതികരിച്ചു. മാണിക്ക് 1 കോടി രൂപ കൊടുത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാ. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്തോട്ട് പണം കൊണ്ട് പോയതും ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മേടിച്ചില്ല. ബാബുവിൻ്റെ 10 കോടി കൊടുത്തെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാ. അപ്പോൾ ഉമ്മൻചാണ്ടി അറിഞ്ഞതല്ലല്ലോ. രാജിവെച്ച മാണിയുടെ കമന്റ് മതി ഉമ്മൻചാണ്ടി രാജിവെക്കാൻ. കെ ബാബു അതിനു മുമ്പ് രാജിവെക്കേണ്ടവനാ. കെ എം മാണി ഇപ്പോഴെങ്കിലും സത്യം മനസ്സിലാക്കിയതിൽ സന്തോഷമുണ്ട്. എന്നാൽ എന്തിനാണ് ഉമ്മൻചാണ്ടിയുടെ പേര് മാണി പറയാതിരിക്കുന്നതെന്നും ജോർജ് ചോദിച്ചു. ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണ് മാണിക്കും ബാബുവിനും ബാറുടമകൾ പണം നൽകിയത്. ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയും സർക്കാരും രാജിവെച്ച് ജനവിധി തേടണമെന്നും ജോർജ് ആവശ്യപ്പെട്ടു. കൂടാതെ ബാർ കേസിൽ വിജിലൻസ് കോടതി വിധി വന്ന ശേഷവും രാജിക്ക് മുൻപുമായി മാണി ഒപ്പിട്ടത് കോടികളുടെ അഴിമതിയുള്ള PWD ഫയലുകളാണെന്നും ജോർജ് ആരോപിച്ചു. മാണിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് സന്തോഷമുണ്ടെന്നും ജോർജ് കൂട്ടിച്ചേർത്തു. രാവിലെ നിയമസഭയിലെത്തിയ പി.സി. ജോർജ് ചട്ടം 69 പ്രകാരമാണ് സ്വന്തം കൈപ്പടയിൽ എഴുതിയ സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറിയത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ നിന്നും മത്സരിക്കുമെന്നും ജോർജ് വ്യക്തമാക്കി.